കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികളെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് നവഗ്രഹങ്ങളെ അറിയാം. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ഈ 9 ഗ്രഹങ്ങളെയാണ് ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം നമ്മൾ ചെറുപ്പത്തിൽ കൂടുതൽ പഠിച്ചത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. ഈ 9 എണ്ണമാണ് ഗ്രഹങ്ങൾ എന്നും സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്നും ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് എന്നുമാണ് പഠിച്ചത്. അത് ശരി തന്നെയാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരവും സ്ഥിതിയും നിമിത്തം ഭൂമിയിലും ഭൂമിയിലെ ജീവജാലങ്ങൾക്കും സംഭവിക്കുന്ന ഗുണദോഷങ്ങളെ മനസ്സിലാക്കി തരുന്നതാണ് ജ്യോതിഷം. അപ്പോൾ ഭൂമിയിൽ നിന്നുമാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് ഭൂമിയെ ഒഴിവാക്കി. മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവിതത്തെ ഗ്രഹിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നവ എന്ന അർത്ഥത്തിലാണ് മേൽപ്പറഞ്ഞ സൂര്യസഞ്ചാരികളായ 9 എണ്ണത്തെയും ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നക്ഷത്രമായ സൂര്യനും ഉപഗ്രഹമായ ചന്ദ്രനും ഛായാഗ്രഹങ്ങൾ മാത്രമായ രാഹുവിനും കേതുവിനും ഗ്രഹപദവി ഋഷീശ്വരന്മാർ നൽകിയിരിക്കുന്നു. രാഹുവും കേതുവും ഭൂമിയുടെ സഞ്ചാരപഥവും ചന്ദ്രന്റെ സഞ്ചാരപഥവും തമ്മിൽ ഘടിപ്പിക്കുന്ന 2 ബിന്ദുക്കളാണ് ഭൂമിയിലെ ജീവജാലങ്ങളെ നിലനിർത്തുന്ന, അവയ്ക്ക് അന്നവും പ്രാണനുമായി വർദ്ധിച്ചു വരുന്ന സൂര്യൻ ഭൂമിയെ അതിശക്തമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സൂര്യന് ഗ്രഹപദവി നൽകിയത്. ചന്ദ്രനും ഭൂമിക്ക് സ്വാധീനമുണ്ട്.
ശുദ്ധമായ ദൃഷ്ടാന്തമാണ്. ഇക്കാരണങ്ങൾ കൊണ്ട് ചന്ദ്രനും ഗ്രഹപദവി കൈവന്നു. ഗ്രഹണാധിപത്യത്തിന് കാരണമാകുന്ന രാഹുകേതുക്കൾക്കും ഇതുപോലെ വ്യക്തമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഗ്രഹപദവി നൽകിയിരിക്കുന്നത്. ഇവരെക്കുറിച്ച് നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞെങ്കിലും ആചാര്യന്മാർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രകാശകവും പ്രതിമുദ്രമാണ് താരാഗ്രഹ പഞ്ചപരീകവും സമുദ്രവും എന്ന് ആചാര്യന്മാർ സന്ദേഹരഹിതമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനർത്ഥം നവഗ്രഹങ്ങളിൽ ആദ്യത്തെ രണ്ട്, അതായത് സൂര്യനും ചന്ദ്രനും പ്രകാശഗ്രഹങ്ങൾ അഥവാ ലോകത്തെ പ്രകാശിപ്പിക്കുന്നവരാണ് എന്നും പിന്നെയുള്ള പഞ്ചപരീ താരാഗ്രഹങ്ങൾ 5 പേരും താരാഗ്രഹങ്ങളാണ് എന്നാണ്. അതായത് ചൊവ്വ, ബുധൻ, വ്യാഴൻ, ശുക്രൻ, ശനി. ബാക്കിയുള്ളവര് സമുദ്രവും അവസാനത്തെ 2 പേര് സമുദ്രങ്ങളാണ് എന്നും ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, രാഹുവും കേതു. ഈ നവഗ്രഹങ്ങളെ കൂടാതെ ഗുരുവിനെയും ജ്യോതിഷത്തിൽ ചിന്തിക്കാറുണ്ട്. തുടർന്നു വരുന്ന ക്ലാസുകളിൽ ഗുരുവിന്റെ പ്രാധാന്യവും മറ്റുമെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ ആരോഗ്യമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്ത ക്ലാസ്സിൽ നവഗ്രഹങ്ങളിൽ ആദ്യം വരുന്നതായ ഗുരുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം. ബ്രിട്ടീഷുകാരെ ഒറ്റയ്ക്കെടുത്ത കേരളത്തിലെ പ്രധാനപ്പെട്ട 2 പേരുകളാണ് പഴശ്ശിരാജയും വേലുത്തമ്പി. വടക്കേ മലബാറിൽ പഴശ്ശി അദ്ദേഹത്തിന്റെ വീട് സെന്റർ വർഷങ്ങൾ നീണ്ടുനിന്ന പഴശ്ശി വിപ്ലവം നശിപ്പിക്കപ്പെട്ടതിനു ശേഷം ബ്രിട്ടീഷ് അധികാരത്തിനെതിരായി മറ്റൊരു ശക്തി കൂടി ഉയർന്നു വരികയായി. ഈ സമയം മുതൽ തിരുവിതാംകൂറിൽ നിന്നായി വേലുത്തമ്പി ദളവ എന്ന പേരും കുണ്ടറ വിളംബരവുമെല്ലാം തന്നെ നമ്മുടെ ജീവിത വഴികളിൽ നാം എവിടെയെങ്കിലുമൊക്കെ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിലൂടെ വേലുത്തമ്പി ദളവയുടെ വീരകഥയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം വേലുത്തമ്പി ദളവ എന്നത് തിരുവിതാംകൂറിന്റെ ദിവാനായി. എന്നാൽ ചരിത്രം എടുത്തു നോക്കിയാൽ വേലുത്തമ്പി ദളവ എന്ന മനുഷ്യൻ തിരുവിതാംകൂറിന്റെ അധികാര സ്ഥാനങ്ങളിലേക്ക് നേരിട്ട് കടന്നു വന്ന ഒരാളെന്ന് പറയുന്നില്ല. പകരം അപ്രതീക്ഷിതമായ ഒരു സന്ദർഭത്തിൽ വേലുത്തമ്പിയുടെ കഴിവ് നേരിട്ട് കണ്ട് ഗോവിന്ദ രാജാവ് അദ്ദേഹത്തെ മേഖലയിലേക്ക് തെക്കൻ തിരുവിതാംകൂറിൽ ഇരണിയേരിന് തൊട്ടടുത്ത് തലക്കുളം എന്നൊരു ദേശമുണ്ട്. അവിടെ വലിയ വീട് എന്നു പേരുള്ള നായർ കുലത്തിലാണ് വേലുത്തമ്പി ജനിച്ചത്. 1765 മെയ് 6-ാം തീയതി അഥവാ കൊല്ലവർഷം 990 മേടമാസം 29-ാം തീയതിയാണ് വേലുത്തമ്പി ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ്. തമ്പിയുടെ ബാല്യത്തിൽ തന്നെ അച്ഛനും അമ്മയുമൊക്കെ മരണപ്പെടുകയുണ്ടായി. ആ കാലത്തെ ശിക്ഷണ വ്യവസ്ഥയിൽ തന്നെ വേലുത്തമ്പി വിദ്യാഭ്യാസം കായറ്റുപാറകളിൽ നൽകി അതീവ കഴിവുകൾ നിലനിർത്തി. ചെറുപ്പത്തിൽ തന്നെ ഒത്ത ശരീരവും ശക്തിയും അഭ്യാസ പ്രകടനങ്ങളും ഒക്കെ കൊണ്ട് ആ നാട്ടിൽ തന്നെ വേലുത്തമ്പി പുരുഷനായി മാറുകയുണ്ടായി. സാധാരണയിൽ അധികം പ്രകടമായ ശരീരവും അതിനൊത്ത ശക്തിയും വലുപ്പമുള്ള കണ്ണുകളും ധൈര്യവും ഏത് സാഹസത്തിലും ഒഴുകി പുറപ്പെടുന്നതുമെല്ലാം കൊണ്ട് തന്നെ തമ്പി ആ നാട്ടിൽ ഒരു നായകനായി മാറി. ആ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തമ്പിയായിരുന്നു. പതിയെ പതിയെ ആ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞവസാനിപ്പിക്കാൻ തമ്പി വേണമായി. അങ്ങനെ വേലുത്തമ്പി എന്ന യുവാവ് ആ നാട്ടിൽ ഒരു പ്രമാണിയായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. വീരമാർത്താണ്ഡ വർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂർ രാജ്യം നയിക്കുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ജനങ്ങൾ അദ്ദേഹത്തെ ധർമ്മരാജാവ് തികഞ്ഞ ഈശ്വരവിശ്വാസം